എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും എന്ന ചാപ്റ്ററിൽ നിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഭൂമിക്ക് ആവശ്യമായ മുഴുവൻ ഊർജവും പ്രദാനം ചെയ്യുന്നത് സൂര്യൻ. ഭൂമിക്ക് ആവശ്യമായ മുഴുവൻ ഊർജവും പ്രദാനം ചെയ്യുന്നത് സൂര്യനാണ്. സൂര്യനിൽ നിന്നുള്ള ഊർജം സൂര്യരശ്മികളായി ഭൂമിയിലെത്തുന്നതിനെ പറയുന്ന പേര് സൗരതാപനം എന്നാണ്. സൂര്യനിൽ നിന്നുള്ള ഊർജം സൂര്യരശ്മികളായി ഭൂമിയിലെത്തുന്നതിനെ പറയുന്ന പേര് സൗരതാപനം എന്നാണ്. സൂര്യതാപം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന പ്രദേശം ഭൂമധ്യരേഖാ പ്രദേശം. സൂര്യതാപം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന പ്രദേശം ഭൂമധ്യരേഖാ പ്രദേശം. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ സൂര്യതാപം കൂടുതൽ ലഭിക്കുന്നതിന് കാരണം സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതിനാൽ. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ സൂര്യതാപം കൂടുതൽ ലഭിക്കുന്നതിന് കാരണം സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതിനാലാണ്. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ സൂര്യതാപം കൂടുതൽ ലഭിക്കുന്നതിന് കാരണം സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നത്. ധ്രുവങ്ങളിലേക്ക് അടുക്കും തോറും താപം ക്രമേണ കുറഞ്ഞു വരുന്നതിന് കാരണം സൂര്യരശ്മികൾ ചരിഞ്ഞു പതിക്കുന്നതിനാൽ. ധ്രുവപ്രദേശങ്ങളിലേക്ക് അടുക്കും തോറും താപം ക്രമേണ കുറഞ്ഞു വരുന്നതിന് കാരണം സൂര്യരശ്മികൾ ചരിഞ്ഞു പതിക്കുന്നതിനാലാണ്. ഒരു ദിവസത്തെ കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് സൂര്യോദയത്തിന് തൊട്ടുമുമ്പ്. ഒരു ദിവസത്തെ കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് സൂര്യോദയത്തിന് തൊട്ടുമുൻപാണ്. ഒരു ദിവസത്തെ കൂടിയ താപനില അനുഭവപ്പെടുന്നത് ഉച്ച കഴിഞ്ഞ് 2 മണി. ഒരു ദിവസത്തെ കൂടിയ താപനില അനുഭവപ്പെടുന്നത് ഉച്ച കഴിഞ്ഞ് 2 മണി. സൂര്യപ്രകാശത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന സംവിധാനം സോളാർ പാനൽ. സൂര്യപ്രകാശത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് സോളാർ പാനൽ. ഭൂമിയിലെ താപവ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങളാണ് സൗരോർജം, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവ. ഭൂമിയിലെ താപവ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് സൗരോർജം, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവ. സമുദ്രനിരപ്പിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ താപത്തിനുണ്ടാകുന്ന മാറ്റം താപം കുറയുന്നു എന്നുള്ളതാണ്. സമുദ്രനിരപ്പിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ താപത്തിനുണ്ടാകുന്ന മാറ്റം താപം കുറയുന്നു എന്നതാണ്. പകൽ സമയത്ത് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റ് കടൽക്കാറ്റ്. പകൽ സമയത്ത് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റ് കടൽക്കാറ്റ്. രാത്രി സമയത്ത് കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റ് കരക്കാറ്റ്. രാത്രി സമയത്ത് കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റ് കരക്കാറ്റ്. അപ്പൊ ആദ്യം ഏതാണ്? ഇപ്പൊ കടലിൽ നിന്നുമാണ് വീശുന്നെങ്കിൽ കടൽക്കാറ്റ്, കരയിൽ നിന്ന് വീശുന്നതാണ് കരക്കാറ്റ്. പിന്നെ കരയിലും രായുണ്ട്, രാത്രിയിലും രായുണ്ട്. അപ്പൊ രാത്രി സമയത്ത് കരക്കാറ്റായിരിക്കും എന്നുള്ള വെച്ചിട്ടൊക്കെ അങ്ങനെ ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അന്തരീക്ഷതാപം അളക്കുന്ന ഉപകരണം ഉഷ്ണമാപിനി അഥവാ തെർമോമീറ്റർ. അന്തരീക്ഷതാപം അളക്കുന്ന ഉപകരണം ഉഷ്ണമാപിനി അഥവാ തെർമോമീറ്റർ. അന്തരീക്ഷതാപം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഏകകമാണ് ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റും.
അന്തരീക്ഷ താപം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഏകകങ്ങളാണ് ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് എന്നിവ. അന്തരീക്ഷ താപം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഏകകങ്ങളാണ് ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് എന്നിവ. അന്തരീക്ഷവായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷമർദ്ദം. അന്തരീക്ഷവായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷമർദ്ദം എന്ന് നമ്മൾ പറയാറുള്ളത്. അന്തരീക്ഷവായു ചെലുത്തുന്ന ഭാരം അന്തരീക്ഷമർദ്ദം. അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ അഥവാ മർദ്ദമാപിനി. അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ അഥവാ മർദ്ദമാപിനി എന്ന് പറയുന്നത്. അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഏകകങ്ങളാണ് ഹെക്ടോപാസ്കൽ, മില്ലിബാർ എന്നിവ. അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഏകകങ്ങളാണ് ഹെക്ടോപാസ്കൽ, മില്ലിബാർ എന്നിവ. സൂര്യതാപത്താൽ ചൂടുപിടിക്കുമ്പോൾ അന്തരീക്ഷവായു വികസിക്കുകയും സാന്ദ്രത കുറഞ്ഞ് മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള വായുവിന്റെ ചലനം അറിയപ്പെടുന്നത് വായുപ്രവാഹങ്ങൾ എന്നാണ്. സൂര്യതാപത്താൽ ചൂടുപിടിക്കുമ്പോൾ അന്തരീക്ഷവായു വികസിക്കുകയും സാന്ദ്രത കുറഞ്ഞ് മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള വായുവിന്റെ ചലനം അറിയപ്പെടുന്നത് വായുപ്രവാഹങ്ങൾ എന്നാണ്. വായുവിന്റെ സാന്ദ്രത കുറയുമ്പോൾ അവിടെ വായുമർദ്ദത്തിന് എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. വായുവിന്റെ സാന്ദ്രത കുറയുമ്പോൾ വായുമർദ്ദത്തിന് എന്ത് സംഭവിക്കുന്നു? അവിടെ വായുമർദ്ദം കുറയുകയാണ് ചെയ്യുക. മർദ്ദം കൂടിയ പ്രദേശത്തു നിന്നും മർദ്ദം കുറഞ്ഞ പ്രദേശത്തേക്കുള്ള വായുവിന്റെ ചലനമാണ് നമ്മൾ കാറ്റ് എന്ന് പറയാം. മർദ്ദം കൂടിയ പ്രദേശത്തു നിന്നും മർദ്ദം കുറഞ്ഞ പ്രദേശത്തേക്കുള്ള വായുവിന്റെ ചലനത്തെയാണ് നമ്മൾ കാറ്റ് എന്ന് പറയാ എന്നുള്ളത് ഓർത്തിരിക്കുക. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം അനിമോമീറ്റർ ആണ്. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം അനിമോമീറ്റർ. കാറ്റിന്റെ ദിശ അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വിൻഡ് വെയിൻ. കാറ്റിന്റെ ദിശ അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം വിൻഡ് വെയിൻ ആണ്. കാറ്റിന്റെ ദിശ അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം വിൻഡ് വെയിൻ. ശക്തിയായും തുടർച്ചയായും കാറ്റ് വീശുന്ന പ്രദേശങ്ങളിൽ വൈദ്യുതി ഉൽപാദനത്തിന് സഹായിക്കുന്നത് കാറ്റാടി യന്ത്രങ്ങളാണ്. ശക്തിയായും തുടർച്ചയായും കാറ്റ് വീശുന്ന പ്രദേശങ്ങളിൽ വൈദ്യുതി ഉൽപാദനത്തിന് സഹായിക്കുന്നത് കാറ്റാടി യന്ത്രങ്ങളാണ്. കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച് ഊർജോൽപാദനം നടത്തുന്ന കേരളത്തിലെ പ്രദേശങ്ങളാണ് രാമക്കൽമേടും കഞ്ചിക്കോടും. കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച് ഊർജോൽപാദനം നടത്തുന്ന കേരളത്തിലെ 2 പ്രദേശങ്ങളാണ് രാമക്കൽമേടും കഞ്ചിക്കോടും. ഇതില് രാമക്കൽമേട് ഇടുക്കിയിലാണ്, കഞ്ചിക്കോട് പാലക്കാടാണ്. അന്തരീക്ഷവായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം അറിയപ്പെടുന്നത് ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി എന്നാണ്. അന്തരീക്ഷവായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം അറിയപ്പെടുന്നത് ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി എന്നാണ്. ആർദ്രത അളക്കുന്ന ഉപകരണം ആർദ്രതാമാപിനി അഥവാ ഹൈഗ്രോമീറ്റർ ആണ്. ആർദ്രത അളക്കുന്ന ഉപകരണം ആർദ്രതാമാപിനി അഥവാ ഹൈഗ്രോമീറ്റർ ആണ്. ആർദ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അന്തരീക്ഷ താപം, ഭൂമിയിലെ ജലലഭ്യത എന്നിവയാണ്. ആർദ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അന്തരീക്ഷ താപം, ഭൂമിയിലെ ജലലഭ്യത എന്നിവയാണ്. നീരാവി തണുത്ത് ജലമായി മാറുന്ന പ്രക്രിയയാണ് ഘനീകരണം എന്ന് പറയുന്നത്. നീരാവി തണുത്ത് ജലമായി മാറുന്ന പ്രക്രിയയാണ് നമ്മൾ ഘനീകരണം എന്ന് പറയാം. ഘനീകരണത്തിന്റെ വിവിധ രൂപങ്ങളാണ് മൂടൽമഞ്ഞ്, മേഘം, തുഷാരം എന്നിവ. ഘനീകരണത്തിന്റെ വിവിധ രൂപങ്ങളാണ് മൂടൽമഞ്ഞ്, മേഘം, തുഷാരം എന്നിവ. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രമാക്കി നീരാവി ഘനീഭവിക്കുന്നു. ഈ ജലകണികകൾ കൂടിച്ചേർന്ന് രൂപം കൊള്ളുന്നതാണ് മേഘങ്ങൾ. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രമാക്കി നീരാവി ഘനീഭവിക്കുന്നു.
ഈ ജലകണികകൾ കൂടിച്ചേർന്ന് രൂപം കൊള്ളുന്നതാണ് മേഘങ്ങൾ എന്ന് പറയുന്നത്. താഴ്വരകളിലും ജലാശയങ്ങൾക്കു മുകളിലും പുക പോലെ കാണപ്പെടുന്ന നേർത്ത ജലകണികകൾ അറിയപ്പെടുന്നത് മൂടൽമഞ്ഞ് എന്നാണ്. താഴ്വരകളിലും ജലാശയങ്ങൾക്കു മുകളിലും പുക പോലെ കാണപ്പെടുന്ന നേർത്ത ജലകണികകൾ അറിയപ്പെടുന്നത് മൂടൽമഞ്ഞ് എന്നാണ്. തണുപ്പുള്ള പ്രഭാതങ്ങളിൽ പുൽനാമ്പുകളിലും മറ്റ് തണുത്ത പ്രതലങ്ങളിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന ജലകണികകൾ അറിയപ്പെടുന്നത് തുഷാരം എന്നാണ്. തണുപ്പുള്ള പ്രഭാതങ്ങളിൽ പുൽനാമ്പുകളിലും മറ്റ് തണുത്ത പ്രതലങ്ങളിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന ജലകണികകൾ അറിയപ്പെടുന്നത് തുഷാരം എന്നാണ്. മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനാകാതെ അവ ഭൂമിയിലേക്ക് പതിക്കുന്ന പ്രക്രിയയാണ് വർഷണം എന്ന് പറയുന്നത്. മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനാവാതെ അവ ഭൂമിയിലേക്ക് പതിക്കുന്ന പ്രക്രിയയെ നമ്മൾ വർഷണം എന്നാണ് പറയുക. വർഷണത്തിന്റെ വിവിധ രൂപങ്ങൾ എന്തൊക്കെയാണ്? മഞ്ഞുവീഴ്ച, മഴ, ആലിപ്പഴം തുടങ്ങിയ കാര്യങ്ങളാണ്. വർഷണത്തിന്റെ വിവിധ രൂപങ്ങൾ മഴ, മഞ്ഞുവീഴ്ച, മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം തുടങ്ങിയവയാണ്. ജലകണികകളുടെ രൂപത്തിലുള്ള വർഷണം അറിയപ്പെടുന്നത് മഴ എന്നാണ്. ജലകണികകളുടെ രൂപത്തിലുള്ള വർഷണം അറിയപ്പെടുന്നത് മഴ എന്നാണ്. നേർത്ത ഹിമകണികകളുടെ രൂപത്തിലുള്ള വർഷണമാണ് മഞ്ഞുവീഴ്ച. നേർത്ത ഹിമകണികകളുടെ രൂപത്തിലുള്ള വർഷണത്തെയാണ് നമ്മൾ മഞ്ഞുവീഴ്ച എന്ന് പറയുക. മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷണം അറിയപ്പെടുന്നത് ആലിപ്പഴം എന്നാണ്. മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷണം അറിയപ്പെടുന്നത് ആലിപ്പഴം എന്നാണ്. മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷണം ആലിപ്പഴം. മഴ അളക്കുന്നതിനുള്ള ഉപകരണം മഴമാപിനി അഥവാ റെയിൻ ഗേജ്. മഴ അളക്കുന്നതിനുള്ള ഉപകരണം മഴമാപിനി അഥവാ റെയിൻ ഗേജ്. മഴ അളക്കുന്ന ഏകകങ്ങളാണ് സെന്റിമീറ്ററും ഇഞ്ചും. മഴ അളക്കുന്ന ഏകകങ്ങളാണ് സെന്റിമീറ്റർ, ഇഞ്ച് എന്നിവ. മർദ്ദവ്യത്യാസങ്ങൾ, കാറ്റുകൾ, ആർദ്രത, ഘനീകരണം, വർഷണം തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾക്ക് കാരണം സൗരോർജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിൽ. മർദ്ദവ്യത്യാസങ്ങൾ, കാറ്റുകൾ, ആർദ്രത, ഘനീകരണം, വർഷണം തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾക്ക് കാരണം സൗരോർജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് നമ്മൾ പറയാം. ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയെ നമ്മൾ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നു. ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരി അറിയപ്പെടുന്നത് കാലാവസ്ഥ എന്നാണ്. ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരി അറിയപ്പെടുന്നത് കാലാവസ്ഥ എന്നാണ്. ഫോസിൽ ഇന്ധനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് കൽക്കരിയും പെട്രോളിയവുമാണ്. ഫോസിൽ ഇന്ധനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ കൽക്കരിയും പെട്രോളിയവുമാണ്. ഫോസിൽ ഇന്ധനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നതിലൂടെ അന്തരീക്ഷത്തിൽ വർദ്ധിക്കുന്ന വാതകങ്ങളാണ് കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് എന്നിവ. ഫോസിൽ ഇന്ധനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നതിലൂടെ അന്തരീക്ഷത്തിൽ വർദ്ധിക്കുന്ന വാതകങ്ങളാണ് കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് എന്നിവ. അന്തരീക്ഷ താപവർദ്ധനവിന് കാരണമാകുന്ന വാതകങ്ങളാണ് കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും. അന്തരീക്ഷ താപവർദ്ധനവിന് കാരണമാകുന്ന വാതകങ്ങളാണ് കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും.
ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന പോയിന്റുകൾ. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.